നമ്മൾ നേരത്തെ ചോദിച്ചതേ ഉള്ളൂ, മൂന്നാം ദിവസവും തുടർച്ചയായ ചർച്ചയായിരിക്കുമോ എന്ന്. അങ്ങനെ തന്നെയാണ് സുഹൃത്തുക്കളെ. നിയമസഭയിൽ ഇന്നും അടിയന്തര പ്രമേയ ചർച്ച. വിലക്കയറ്റം 2 മണിക്കൂർ ചർച്ച ചെയ്യും. 12 മണിക്ക് ചർച്ച തുടങ്ങും. തുടർച്ചയായ മൂന്നാം ദിവസമാണ് സഭയിൽ അടിയന്തര പ്രമേയ ചർച്ച. റോഷിപാൽ, ഇന്നലത്തേതുപോലെ തന്നെ ഇന്നും വിഷയം മാറുന്നുണ്ട്. മൂന്നാമത്തെ ദിവസം തുടർച്ചയായ അടിയന്തര പ്രമേയം ചർച്ച ചെയ്യുന്നു. ഇനിയിപ്പോൾ ഈ ചോദ്യോത്തരവേള പോലെ അടിയന്തര പ്രമേയത്തിന്മേലുള്ള ചർച്ചാവേള എന്ന് ഈ 12-2 എന്ന സമയത്തെ പുനഃക്രമീകരിക്കേണ്ടി വരുമോ റോഷിപാൽ? സുജയ പാർവതി, ഈ തവണ സഭാ സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം മുതൽ പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിച്ചു പോവുകയാണ്. പ്രതിപക്ഷം മൂന്നാമത്തെ അടിയന്തര പ്രമേയം നൽകുമ്പോൾ അതും സർക്കാർ അംഗീകരിച്ച സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ സന്നദ്ധമാവുന്നു എന്നതാണ്. പ്രതിപക്ഷം സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ഓരോ ദിവസവും ഓരോ വിഷയം ശൂന്യവേളയിൽ കൊണ്ടുവരും. ഏതെങ്കിലും തരത്തിൽ അതിന് അടിയന്തര പ്രമേയം ചർച്ചയ്ക്ക് എടുത്തില്ലെങ്കിൽ അവിടെ വലിയ പ്രതിഷേധത്തിന് വഴിയൊരുങ്ങും, വാക്കേറ്റമുണ്ടാകും, ഇറങ്ങിപ്പോക്കുണ്ടാകും. അതാണ് സാധാരണ പ്രതിപക്ഷം സഭയിൽ നടത്തുന്നത്. പക്ഷേ അതിനപ്പുറത്തേക്ക് അങ്ങനെ ഒരു പ്രതിഷേധിക്കാൻ പ്രതിപക്ഷത്തിന് അവസരം നൽകാതെ ആ അടിയന്തര പ്രമേയ നോട്ടീസ് സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള ഒരു അവസരമായി സർക്കാർ കാണുകയാണ്. ആദ്യ ദിവസം അത് കസ്റ്റഡി മർദ്ദനമാണെങ്കിൽ രണ്ടാമത്തെ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം വന്നപ്പോൾ അതും സഭ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്തു. ഇപ്പോൾ വിലക്കയറ്റമാണ്. സംസ്ഥാനത്ത് നിത്യോപയോഗ സാധനങ്ങളുടെ വില കുതിച്ചു വരുന്നുവെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. അതിൽ സർക്കാരിന്റെ ഭാഗത്ത് ഒരു നടപടിയും ഉണ്ടാകുന്നില്ല, സർക്കാർ വിപണിയിൽ ഇടപെടുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷം ഉയർത്തുമ്പോൾ ഇതൊക്കെ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യാനുള്ള സന്നദ്ധത. കാരണം സർക്കാരിന് ആത്മവിശ്വാസമാണ് ഇക്കാര്യത്തിൽ. അതാണ് ഭക്ഷ്യമന്ത്രി GR അനിൽ പറയുന്നത്. 12 മണി മുതൽ 2 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാകും. സാധാരണ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ മറുപടി പറയുമ്പോൾ ഒരുപക്ഷെ ആ ചർച്ച 2 മണിക്കൂറിൽ കൂടുതൽ നീണ്ടു നിന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഏതായാലും ഇന്നലെ അവസാന നിമിഷം പ്രതിപക്ഷം ഈ അടിയന്തര പ്രമേയ ചർച്ചയ്ക്കിടയിൽ പ്രതിഷേധിച്ചിരുന്നു. സമാനമായ സാഹചര്യം ഉണ്ടാകുമോ എന്നറിയില്ല. ഒന്ന്, കസ്റ്റഡി വർധനവുമായി ബന്ധപ്പെട്ട് 2 പ്രതിപക്ഷ MLA മാർ ഇപ്പോഴും സഭയുടെ കവാടത്തിൽ പ്രതിഷേധ സമരം തുടരുകയാണ്, സത്യാഗ്രഹ സമരം തുടരുകയാണ്. അതിൽ ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല. എപ്പോഴാണോ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ പിരിച്ചുവിടുന്നത് അതുവരെ സമരം എന്ന പ്രഖ്യാപനമാണ് പ്രതിപക്ഷം നടത്തിയത്. നാളെ കഴിഞ്ഞാൽ പിന്നീട് സഭ 29-നാണ് ഇനിയും ചേരുന്നത്. അതുകൊണ്ട് നാളെ സഭ റോഷിപാൽ, ഈ സർക്കാരിനെ എനിക്ക് അങ്ങോട്ട് മനസ്സിലാകുന്നില്ല. തുടർച്ചയായി, അതായത് അടിയന്തര പ്രമേയം നിങ്ങൾ ഏത് വിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാലും റെഡിമെയ്ഡായിട്ട് അതിനുള്ള മറുപടികളെല്ലാം തയ്യാറാണ്. ആ രീതിയിൽ പൂർണ്ണമായും തയ്യാറായി മന്ത്രിമാരെല്ലാം, മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും ഏത് വിഷയം വന്നാലും എടുക്കാൻ തയ്യാറായി അങ്ങനെ ഈ സമ്മേളനത്തിന് എത്തിയതാണോ യഥാർത്ഥത്തിൽ? സുജയ, ഒന്നാമത് ഈ തവണ സഭ 11 ദിവസം മാത്രമാണ്. അതിൽ ഇത്തരത്തിൽ നടപടിക്രമങ്ങൾ ഏതാണ്ട് ഒരു വെള്ളിയാഴ്ച മാറ്റി നിർത്തിയാൽ 10 ദിവസം മാത്രമേ പൂർണ്ണതോതിൽ സഭ സമ്മേളിക്കുന്നുള്ളൂ. എന്നിട്ട് പോലും ആ സഭാ സമ്മേളനത്തിൽ വരുന്ന സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്താനാണ് അടിയന്തര പ്രമേയത്തിൽ വിഷയങ്ങൾ ഉന്നയിക്കുക. ആദ്യം തന്നെ ഈ കസ്റ്റഡി വർധനത്തെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് കൃത്യമായി ഉത്തരം പറയാൻ പോലും പറ്റില്ല എന്ന് പ്രതിപക്ഷം കണക്ക് കൂട്ടിയിരുന്നു. പക്ഷേ പ്രതിപക്ഷത്തിന്റെ കണക്കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി മറുപടി പറയാൻ തയ്യാറാകുന്നതും അത് സഭാ നടപടി നിർത്തിവെച്ച് ചർച്ച ചെയ്യാൻ എടുക്കുന്നത്. അവിടെ തിരിച്ച് പ്രതിപക്ഷത്തെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ആരോപണങ്ങൾ മുഖ്യമന്ത്രി ഉയർത്തിയപ്പോൾ അവിടെ പ്രതിപക്ഷം നിശബ്ദത പാലിക്കുകയായിരുന്നു. ഏതായാലും തൊട്ടൊരു ദിവസം അമീബിക് മസ്തിഷ്കപരമാകട്ടെ സമാനമാണ്. ഏതായാലും ഓരോ ദിവസവും അടിയന്തര പ്രമേയം നോട്ടീസ് നൽകുമ്പോൾ അത് ചർച്ച ചെയ്യാൻ സർക്കാർ സന്നദ്ധമാകുമെന്നതിന്റെ സൂചന കൂടിയാണ് ഇന്നത്തെ അടിയന്തര പ്രമേയ ചർച്ച സൂചിപ്പിക്കുക. ഏതായാലും ഇനി വരും ദിവസങ്ങളിൽ ഈ ചർച്ചയ്ക്ക് കൂടി തയ്യാറായി പ്രതിപക്ഷത്തെ MLA മാർ വരാനാണ് സാധ്യത. ഓക്കെ, അപ്പോൾ പ്രതിപക്ഷവും കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു, ഭരണപക്ഷവും കൂടുതൽ ഹോംവർക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ദിവസവും ഇങ്ങനെ ചർച്ച നടത്താനാണെങ്കിൽ ചർച്ചകൾ നടക്കുന്നത്, ആ ചർച്ചകൾ പൊതുസമൂഹത്തിലേക്ക് വരുന്നത് ജനങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ, ഇരുഭാഗവും പറയുന്നതിലെ നെല്ലും പതിനും തിരിച്ചറിയാനൊക്കെ ഗുണകരമാകുമെന്നുള്ളതാണ് ഇതിനകത്തെ അഡ്വാൻറ്റേജ്.